സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തോട്ടം തൊഴിലാളികളുടെ DA വിഷയത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. വിഷയത്തിൽ തൊഴിലാളികൾക്ക് നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പൂർണ്ണ അനുമതി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവായി. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്നും കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള 2 നിയമനിർമ്മാണമാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം തയ്യാറെടുത്തു കഴിഞ്ഞെന്നും 1ാം ഘട്ടം പൂർത്തിയാക്കിയെന്നും LDF ഇടുക്കി ജില്ലാ കൺവീനറും CPI ജില്ലാ സെക്രട്ടറിയുമായ K സലീംകുമാർ. LDF കരുത്തോടെ തിരിച്ചുവരുമെന്നും സലീംകുമാർ. കായിക രംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജില്ലയിൽ പുത്തൻ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തോട്ടം തൊഴിലാളികളുടെ DA വിഷയത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. വിഷയത്തിൽ തൊഴിലാളികൾക്ക് നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പൂർണ്ണ അനുമതി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവായി. വിഷയത്തിൽ ഹർജിക്കാർക്ക് ലേബർ കോടതിയിൽ പോകാമെന്ന ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചെങ്കിലും ഹർജിക്കാരുടെ ആവശ്യം പൂർണ്ണമായി പരിഗണിച്ച് ഹൈക്കോടതിയിൽ പോകുന്നതിനുള്ള അനുമതി നൽകി കേസ് തീർപ്പാക്കുകയായിരുന്നു. തോട്ടം തൊഴിലാളികളുടെ DA വർധനവ് ആവശ്യപ്പെട്ട മൂന്നാറിലെ ഒരുപറ്റം തോട്ടം തൊഴിലാളികൾ വർഷങ്ങളായി നിയമ പോരാട്ടം നടത്തി വരികയാണ്. ഇന്ത്യൻ പ്രസിഡന്റിനടക്കം പരാതി നൽകുകയും വിഷയം പരിഹരിക്കുവാൻ പ്രസിഡന്റ് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. തുടർന്ന് മൂന്നാറിൽ വെച്ച് നടത്തിയ സിറ്റിംഗിൽ വിഷയത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ DA വിഷയം കാലങ്ങളായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നായിരുന്നു ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചത്. ഒപ്പം ഹർജിക്കാർക്ക് ലേബർ കോടതിയിൽ പോകാമെന്നും വാദിച്ചു. എന്നാൽ DA തീരുമാനിക്കാനുള്ള അധികാരം PLCക്കില്ല എന്നും മിനിമം വേതന ഉപദേശക സമിതിക്കാണെന്നും മാത്രവുമല്ല തങ്ങൾ കേസ് നടത്തുന്നത് PLC ഉൾപ്പെട്ട യൂണിയനുകൾക്കെതിരെയാണെന്നും അതിനാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ അനുവാദം വേണമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ദിലീപ് തോമസ് കമ്മീഷനെ അറിയിച്ചു. തുടർന്നാണ് ഇതിന് അനുമതി നൽകി കേസ് തീർപ്പാക്കിയത്. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ വേണ്ടി ഹാജരായി. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ പറഞ്ഞു ഈ കേസ് ഡിസ്ട്രിബ്യൂൾ കോഡ് അതായത് ലേബർ കോടതിയിൽ പോകണമെന്നും അത് ട്രേഡ് യൂണിയനിൽ നടത്തണമെന്നും കമ്മീഷൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് കമ്മീഷനിൽ ഞങ്ങൾ പറഞ്ഞു ഈ കേസ് ലേബർ കോടതിയിൽ നടത്താനും ട്രേഡ് യൂണിയനെതിരായിട്ടാണ് ഞങ്ങൾ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാനുള്ള ഹൈക്കോടതി അനുവാദം തരണമെന്നും ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ കമ്മീഷൻ പറഞ്ഞു സർവ്വ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി പോകാനുള്ള അനുവാദം നൽകിക്കൊണ്ട് പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് ഉത്തരവിറങ്ങി. മൂന്നാറിൽ വെച്ച് നടന്ന ഹിയറിംഗിൽ മനുഷ്യാവകാശ ലംഘനത്തിന് പരിധിയിൽ വന്നിട്ടുള്ളത് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ ഞങ്ങൾക്ക് കേസ് കൊടുത്ത് ഷൺമുഖനാഥനെ കച്ചി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഹർജി സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹർജി ഉടനെ സമർപ്പിക്കും. ഷൺമുഖൻ എന്ന തൊഴിലാളി കേസിൽ കക്ഷി ചേർന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിനാണ് തീരുമാനം. തങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുവാനാണ് തോട്ടം തൊഴിലാളികളുടെ ഉറച്ച തീരുമാനം. സിറ്റി വിഷൻ മൂന്നാർ. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്നും കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള 2 നിയമനിർമ്മാണമാണ് ഈ നിയമസഭാ സമ്മേളനത്തിലുണ്ടായിട്ടുള്ളത്. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കുമെന്നും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മണിയാറൻകുടിയിൽ സംഘടിപ്പിച്ച മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്വന്തം വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ചതോ സ്വമേധയാ വളർന്നു വന്നതോ ആയ ചന്ദനമരം പോലും മുറിക്കുന്നതിനുള്ള അനുവാദമില്ലാത്ത സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ പ്രയാസം കർഷക സമൂഹത്തിന് ഉണ്ടാകാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് നിയമനിർമ്മാണവുമായി മുന്നോട്ട് വരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. മറ്റൊന്ന് വന്യജീവികളുടെ ആക്രമണം മൂലം പ്രയാസം അനുഭവിക്കുന്നവരുടേതാണ്. കേന്ദ്രത്തിന്റെ കർക്കശമായ നിലപാടാണ് നിലവിലുള്ളത്. ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പലപ്പോഴായി കേരള നിയമസഭയും സർക്കാരും മറ്റു ജനപ്രതിനിധികളും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നുവരെ ആ ശ്രമത്തിന് ഫലമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര നിയമത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ചില ഇളവുകൾ വേണമെന്ന താല്പര്യത്തോടുകൂടി പുതിയൊരു നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ
മലയോര മേഖലയോട് എന്നും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സർക്കാരാണ്. അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ സർക്കാർ കർഷക സമൂഹത്തോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കർഷക താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള 2 നിയമനിർമ്മാണമാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കിയിട്ടുള്ളത്. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അനുമതി ലഭിക്കുന്ന മുറക്ക് അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വർഷങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഉടുമ്പന്നൂർ കൈതപ്പാറ മണിയാറൻകുടി റോഡ്. ഈ റോഡിന്റെ നിർമ്മാണം കാലതാമസം കൂടാതെ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ താല്പര്യമെടുത്ത റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ശ്രമിച്ച മന്ത്രി റോഷി അഗസ്റ്റിനെയും ഡീൻ കുര്യാക്കോസ് എംപിയെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും മന്ത്രി അഭിനന്ദിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ശിലാഫലകം അനാച്ഛാദനവും നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുധീന കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണിയാറൻകുടിയിൽ നിന്നും 18.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 2 റീച്ചുകളിലായി PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14.82 കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. നിലവിൽ 6 മീറ്റർ വീതിയിലാണ് റോഡുള്ളത്. പദ്ധതി പ്രകാരം 8 മീറ്റർ വീതി ആവശ്യമായതിനാൽ പകരം ഭൂമി റവന്യൂ വകുപ്പ് മുഖേന മറിയൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 52-ലെ 30 ഏക്കർ സ്ഥലം സർവേ ചെയ്ത വനം വകുപ്പിന് കൈമാറുന്നതിന് പരിവേഷ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിറ്റി വിഷൻ ഇടുക്കി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം തയ്യാറെടുത്തു കഴിഞ്ഞെന്നും 1ാം ഘട്ടം പൂർത്തിയാക്കിയെന്നും LDF ഇടുക്കി ജില്ലാ കൺവീനറും CPI ജില്ലാ സെക്രട്ടറിയുമായ K. സലിംകുമാർ പറഞ്ഞു. LDF കരുത്തോടെ തിരിച്ചുവരുമെന്നും മുമ്പുണ്ടായതിനേക്കാൾ വലിയ വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്നും സലിംകുമാർ പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുൻപെന്നത്തേക്കാളും വലിയ വിജയമായിരിക്കും ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തും ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു എന്നത് തന്നെയാണ്. ഇത് ജനപക്ഷ ഗവൺമെൻറ്റാണ്. ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് വീടില്ലാത്തവന് വീട് കൊടുത്ത ഗവൺമെൻറ്, അതുപോലെ തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും അർഹരപ്പെട്ടവർക്ക് പട്ടയവും കൊടുത്ത ഗവൺമെൻറ്റാണ്. ഇപ്പം നമ്മുടെ ജില്ല എടുത്തിട്ടുണ്ടെങ്കിൽ ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നിർമ്മാണ നിരോധനം, ഭൂപ്രശ്നം. ഇതെല്ലാം UDF കൊണ്ടുവന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറ്റാൻ തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മതമേലധ്യക്ഷന്മാരടക്കമുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവരെല്ലാം ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഭൂനിയമം കൊണ്ടുവന്നിട്ടുള്ളത്, അതിനനുബന്ധിച്ചുള്ള ചട്ടവും രൂപീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ എന്ന നിലയിൽ CPI ഇപ്പോൾ ശില്പശാലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കായിക രംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജില്ലയിൽ പുത്തൻ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ കായിക വികസനത്തിന് കരുത്തു പകരുവാൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പെരുവന്താനം ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി, കാൽവരിമൗണ്ട് ഹൈസ്കൂൾ, SNVHSS NRCT, മൂലമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ, വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂൾ എന്നീ 5 ഇടങ്ങളിലാണ് ഡേ ബോർഡിംഗ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, തായ്ക്കൊണ്ട എന്നീ കായിക ഇനങ്ങളിലാണ് സെന്ററുകൾ പരിശീലനം നൽകുക. ഓരോ കായിക ഇനത്തിലും 25 വീതം കുട്ടികളെ തെരഞ്ഞെടുത്ത് 1 ഗ്ലാസ് പാൽ, മുട്ട, പഴം എന്നീ പ്രകാരം 40 രൂപയുടെ ലഘുഭക്ഷണം പ്രതിദിനം നൽകിക്കൊണ്ടാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ സ്കൂൾ കായികാധ്യാപകരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുക. സർക്കാർ കായിക രംഗത്ത് സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ലഹരി വലയത്തിൽ അകപ്പെടുന്ന കുട്ടികളെ വീണ്ടെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ജില്ലയുടെ കായിക വളർച്ചയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മികച്ച പങ്കാളിത്തമാണ് വഹിക്കുന്നതെന്ന് ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കാൽവരിയിൽ വരുമ്പോൾ കായിക രംഗത്തെ മാറ്റങ്ങൾക്ക് ഒട്ടേറെ സ്വാധീനം ചെലുത്തിയൊരു പ്രദേശമായി അറിയപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജില്ലയിൽ തന്നെ സ്പോർട്സ് രംഗത്ത് ഏറെ കാലങ്ങൾക്ക് മുമ്പ് പേരെടുത്ത് പറയാൻ പറ്റുന്നൊരു മേഖലയായി കാൽവരി സ്കൂളും ഇവിടുത്തെ മാനേജ്മെൻറ്റും നല്ലവണ്ണം ഈ സ്കൂളിനെ പരിപാലിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ 5 ബോർഡിംഗ് സെന്ററുകൾക്കായി അനുവദിച്ച 3,32,920 രൂപയുടെ ചെക്ക് അതത് സെന്ററുകൾ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി.
കാൽവരി മൗണ്ട് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എം എം മണി MLA അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോയ്മിയോ സെബാസ്റ്റ്യൻ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാസ് ജോസഫ, കാമാക്ഷി പഞ്ചായത്ത് മെമ്പർ റീന സണ്ണി, ഇടുക്കി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ മാനേജർ ഫാദർ ജോർജ് തകടിയൽ, മൂവാറ്റുപുഴ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ മാനേജർ ഫാദർ ബിജു വെട്ടുകല്ലൽ, കാൽവരി മൗണ്ട് സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ മന്നാകത്ത്, വകുപ്പ് ഉദ്യോഗസ്ഥർ, 5 സെന്ററിലെയും ഹെഡ്മാസ്റ്റർമാർ, പരിശീലകർ, കായിക താരങ്ങൾ, പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വിവിധ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ സമസ്ത മേഖലകളിലും സർവതല സ്പർശിയായ മാറ്റമുണ്ടായതായി റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ കൊന്നത്തടിയുടെ ഗ്രാമീണ മേഖലയിലൂടെയുള്ള ബസ് സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. ഗതാഗത രംഗത്തടക്കം ഗ്രാമീണ മേഖല മാറ്റത്തിന്റെ പാതയിലാണ്. ഗ്രാമീണ മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി മാതൃകാപരമായ പദ്ധതികളാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 4.5 കോടി രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന നിരപ്പേൽപ്പടി മരക്കാനം മാങ്ങാപ്പാറ റോഡ്, മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് ഫണ്ടിൽ 45 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മരക്കാനം പൊന്മുടി റോഡ്, 30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മരക്കാനം മുനിയറ റോഡ്, 16 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പൂതാളി പാറത്തോട് റോഡ് എന്നീ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും 1 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മാങ്ങാപ്പാറ ചേമ്പളാംകുഴി കൊമ്പിടിഞ്ഞാൽ റോഡിന്റെ ഉദ്ഘാടനവുമാണ് മന്ത്രി മരക്കാനത്ത് നിർവഹിച്ചത്. നമ്മുടെ പഞ്ചായത്തിന്റെ ഈ മരക്കാനം ഭാഗം എന്ന് പറയുന്നത് ആ പ്രദേശത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ലക്ഷ്യമാകുന്നു എന്ന് വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് സന്നിഹിതരായി എന്നുള്ളതാണ് സന്തോഷം. മുൻകാലങ്ങളിലെല്ലാം കഴിയുന്നത് പോലെയുള്ള സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്തും പ്രഥമ പഞ്ചായത്തും MLA എന്ന നിലയിലും എല്ലാം പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രദേശം ഒറ്റയടിക്ക് ഒരുമിച്ച് സമസ്ത മേഖലയിലും സർവതല സ്പർശിയായ മാറ്റങ്ങൾക്കിടം കൊടുക്കുന്ന ഒരു നല്ല നിമിഷമാണിത്. പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. ഞാൻ പറയുകയാണെങ്കിൽ മാതൃകാപരമായി പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ഈ ജില്ലയിലെ തന്നെയുള്ള ക്ഷീരകർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള ധാരാളം പദ്ധതി, ഇതോടൊപ്പം ടൂറിസം രംഗത്തെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ഈ മേഖലയിലെല്ലാം വലിയ മാറ്റങ്ങൾ കിടം കൊടുക്കാൻ സാധിച്ചതും പൊതുവായിട്ടുള്ള വികസന കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ TP മൽക്ക, സുമംഗല വിജയൻ, മേരി ജോർജ്, പൂതാളി സെന്റ് ജോർജ് പള്ളി വികാരി സൈജു പുത്തൻപറമ്പിൽ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളായ ഷാജി കാഞ്ഞമല, VM ബേബി, TS തങ്കച്ചൻ, വിൽസൺ തോമസ്, ബാബു കുന്നൽ, സന്തോഷ് തോമസ്, ബേബി കോലത്തുപടവിൽ, ആദർശ ഇസക്കിയേൽ, ടോമി ചെറുനിലത്ത് പുത്തൻപരയ്ക്കൽ, ലിസി ടോമി, അനീഷ് ബാലൻ, KK രജനി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കൊന്നത്തടി. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ചതിൽ ഇടുക്കിയിലും വ്യാപക കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രതിഷേധ പ്രകടനവും കുമളി മൂന്നാർ സംസ്ഥാന പാത ഉപരോധവും സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പലയിടത്തും പ്രതിഷേധം സംഘർഷത്തിനും വഴിയൊരുക്കി. നെടുങ്കണ്ടത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം പ്രവർത്തകർ കുമളി മൂന്നാർ സംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്തു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും ടൗണിൽ നിലയുറപ്പിച്ചിരുന്നു. പ്രകടനത്തിന് ശേഷം നടന്ന റോഡ് ഉപരോധം മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തിവിട്ടിരിക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടാൻ പിണറായിക്ക് കഴിയില്ലെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. അത്യുജ്വലമായ സമര പ്രതിഷേധ കൊടുങ്കാറ്റ് കേരളമാകെ ഉയർത്തിവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഈ പ്രതിഷേധ കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടാൻ പിണറായി അല്ല, ഒരു അസുര ജന്മത്തിനും കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് അതിശക്തമായി ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഉയർന്നു വരുന്ന ശക്തമായ പ്രതിഷേധം പിണറായിക്കുള്ള താക്കീതാണെന്ന് KPCC സെക്രട്ടറി MN ഗോപിയും വ്യക്തമാക്കി. ഈ പ്രതിഷേധം കേരളത്തിലെ ഗവൺമെന്റിനോടും പിണറായിക്കുമെതിരെയുള്ള താക്കീതായി മാറുകയാണ്. ഈ സമരം
അതിശക്തമായ പ്രതിഷേധം കേരള വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തെ കണ്ണു തുറന്ന് കാണാൻ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു അടക്കമുള്ള നേതാക്കന്മാരും നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാനാണ് ഇടുക്കിയിലെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഷാഫി പറമ്പിൽ MP അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, മണ്ഡലം പ്രസിഡന്റുമാരായ ജോഷി കന്യാക്കുഴിയിൽ, റോയി ചാത്തനാട്ട്, ബിജു വട്ടമറ്റം, ബെന്നി കുര്യൻ, സിനി മൂലങ്കുഴിയിൽ, കിങ്ങിണി രാജേന്ദ്രൻ, നിഷ, ജെയ്മി എന്നിവർ നേതൃത്വം നൽകി. പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമായി തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇത് ഇന്നത്തോണ്ട് അവസാനിക്കില്ല. ഈ ഒരു പോരാട്ടം ഈ പിണറായി വിജയൻ മൂന്നാം ഭരണം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേറികെട്ട ഭരണം അവസാനിപ്പിക്കുന്നതുവരെ കോൺഗ്രസും UDF-ഉം പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറയുന്നു. ഏറ്റുമാനൂരിൽ BJP പ്രവർത്തകർക്കെതിരെയുണ്ടായ CPIM ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കട്ടപ്പനയിൽ VN വാസവന്റെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്തി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അർജുൻ VS ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ദേവസ്വം മന്ത്രി VN വാസവനെതിരെയും യുവമോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അനന്തു മാൻകാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അർജുൻ VS ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ ദേവസ്വം ബോർഡിൽ നിന്ന് നമ്മുടെ ശബരിമല ശ്രീ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുകയാണ് അവർ ചെയ്തത്. അതുമാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി പലതരത്തിലുള്ള അഴിമതി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അരാജകത്വത്തിലേക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ഈ കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത്. BJP മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗൗതം കൃഷ്ണ ജെ എന്നിവർ സംസാരിച്ചു. BJP നേതാക്കളായ ലീന രാജു, രാഹുൽ സുകുമാരൻ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായി ശരത് ചെമ്പകശ്ശേരി, വിഷ്ണു പ്രസാദ്, OBC മോർച്ച പ്രസിഡന്റ് PN പ്രസാദ്, രതീഷ് PS, ജിൻഡോ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജു മോനായി എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനി കലയെ നെഞ്ചിലേറ്റിയ കലാകാരന്മാർക്കായി സിറ്റി വിഷൻ ആരംഭിക്കുന്ന പുതിയ സെഗ്മെന്റിലേക്കാണ് താരത്തിളക്കം. നോക്കാം ഇന്നത്തെ താരത്തിളക്കത്തിലെ താരം ആരാണെന്ന്. നമസ്കാരം. നമ്മുടെ ഇടുക്കിയിൽ ഒട്ടനവധി കലാകാരന്മാരുണ്ട്. വ്യത്യസ്തമായ കഴിവുകളുള്ള കലാകാരന്മാരും കലാകാരികളുമുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടുത്തുക, അവർക്കൊക്കെ വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിറ്റി വിഷൻ ഒരു പുതിയ സെഗ്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്, താരത്തിളക്കം. ഇന്നത്തെ നമ്മുടെ താരത്തിളക്കത്തിൽ ഒരു വ്യത്യസ്തനായ കലാകാരൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം രാജാക്കാട് സ്വദേശിയാണ്. പേര് സനീഷ് മാത്യു. എന്ത് ചെയ്യുന്നു സനീഷ്? ഞാൻ മിസ്റ്റർ ഗോൾഡ് സൺഫ്ലവർ ഓയിലിൻ്റെ ഇടുക്കി ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് ഈ കല എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കും. സനീഷ് ഏതാണ് ചെയ്യുന്നത്? പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് മിമിക്രി അല്ലെങ്കിൽ ഫീമെയിൽ വോയിസ് അങ്ങനെയൊക്കെ പാടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനൊരു അവസരം കിട്ടിയില്ല, പിന്നെ അതിലേക്ക് പോയില്ല, നമ്മൾ മാറിപ്പോയി. ഇപ്പോഴാണ് വീണ്ടും അതിലേക്കൊരു ഇതായിട്ട് വന്നിരിക്കുന്നത്. എപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായത്, അതിനുശേഷം കലയെ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പം എങ്ങനെ ഫീമെയിൽ വോയിസ് ആണോ കൂടുതലും ചെയ്യുന്നത്? ഫീമെയിൽ വോയിസ് ചെയ്യും, മെയിൽ ചെയ്യും. ഫീമെയിൽ ഒത്തിരി നന്നാകുന്നുണ്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഇനി ഫോക്കസ് ചെയ്യണമെന്ന് ഓർക്കുന്നു. അപ്പോൾ എന്തായാലും സനീഷിൻ്റെ പാട്ടുകൂടി നമുക്കൊന്ന് കേൾക്കാം. ആഴക്കടലിൻ്റെ അങ്ങേ കരലിനായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുതിർത്താരോ മധുരമായി പാടും മണിശങ്കുകളാൽ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. അപ്പം സനീഷിൻ്റെ പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. സനീഷിൻ്റെ എവിടെയാണ് സ്ഥലമെന്നും ഒപ്പം ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്നും കൂടി ഒന്ന് പറയും. എൻ്റെ സ്വദേശം രാജാക്കാടാണ്, NR സിറ്റിയാണ്. വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, അതുപോലെ തന്നെ വൈഫ്, 2 കുട്ടികൾ ഉണ്ട്. പൊൻവീണി എന്നുള്ളിൽ
മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. തൂകും പേരിൽ നീങ്ങും മേഘം പള്ളിന്നേതും ഏതോ കാവ്യം. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. എന്തായാലും സനീഷിനെ ഒരു വേദിയിൽ വെച്ച് ഞാൻ കാണുകയാണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട്. അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് പരിചയമുണ്ട്, പരിചയമില്ല എന്നുള്ളതല്ല, പക്ഷേ ഈ പാട്ട് പാടും എന്നുള്ളൊരു പരിചയം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ എല്ലാം ഇടയിലേക്ക്, അവരെ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിറ്റി വിഷൻ ഈ താരത്തിളക്കവുമായി മുന്നോട്ട് പോകും. മറ്റൊരാളുമായി വീണ്ടും കാണാം. ക്യാമറാമാൻ ഗൂഗിൾ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ചിന്നക്കനാൽ വിലക്കിലാണ് റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 2 ഏക്കർ സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിൽ കോടതിയുടെ അടക്കം വിമർശനം കേൾക്കേണ്ടി വന്നതോടെയാണ് തുക വകയിരുത്തി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. ഇതിനായി റവന്യൂ വകുപ്പാണ് സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജന്റെ അടക്കം ഇടപെടലിലാണ് പ്ലാന്റ് നിർമ്മിക്കുവാൻ റവന്യൂ വകുപ്പിൽ നിന്നും ചിന്നക്കനാൽ സിംഗകണ്ഠൻ റോഡിൽ വിലക്കിന് സമീപം 2 ഏക്കർ സ്ഥലം വിട്ടുകിട്ടിയത്. നടപടികളെല്ലാം പൂർത്തീകരിച്ച പ്ലാന്റിന്റെ നിർമ്മാണവും വേഗത്തിൽ പുരോഗമിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൂപ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് മാലിന്യ പ്ലാന്റിൻ്റെ വിഷയത്തിലെല്ലാം പഞ്ചായത്ത് ഒരുപാട് പ്രതിസന്ധി ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് എന്താണ് നമ്മുടെ ഈ ഭരണകാലത്ത് നമുക്ക് 2 ഏക്കർ സ്ഥലം സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടുകയും അവിടെ മനോഹരമായൊരു മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിലും NOCയുടെ വിഷയത്തിൽ ഈ പഞ്ചായത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതും നമ്മൾ NOC പരമാവധി NOC വാങ്ങിക്കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ 163 വീടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ചിന്നക്കനാലിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ പഞ്ചായത്തിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണവും മറ്റ് നിരവധി പദ്ധതികളും പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.
വീടിനുള്ളിൽ പാമ്പ് കയറുന്നത് പലപ്പോഴും വീട്ടുടമസ്ഥരെ കുഴയ്ക്കാറുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി വീടിന്റെ അടുക്കളയ്ക്കുള്ളിലേക്ക് ഒരു മൂങ്ങ പറന്നെത്തിയാലോ? പറന്നെത്തിയ മൂങ്ങയെ തിരികെ വീടിന് വെളിയിലേക്ക് പറത്തിവിടാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ കൂടി വന്നാൽ ആകെ കുഴയും. അടിമാലി അമ്പലപ്പടിയിലാണ് വീടിനുള്ളിൽ മൂങ്ങ കയറിയത്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. അടിമാലി സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ VR സത്യന്റെ വീട്ടിലാണ് അപ്രതീക്ഷിതമായി രാവിലെ മൂങ്ങ കയറി കൂടിയത്. വീടിന്റെ അടുക്കളയിലേക്ക് മൂങ്ങ പറന്നെത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായി വീടിനുള്ളിലേക്ക് പറന്നെത്തിയ ജീവി എന്തെന്ന് തിരിച്ചറിയാതെ വീട്ടുകാർ ആദ്യമൊന്ന് അമ്പരന്നു. മൂങ്ങയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പറത്തിവിടാൻ ശ്രമം തുടങ്ങി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീട് വിട്ട് പുറത്തു പോകാൻ മൂങ്ങ തയ്യാറായില്ല. ഗത്യന്തരമില്ലാതെ വീട്ടുകാർ ഒടുവിൽ മൂങ്ങയെ കൂട്ടിനുള്ളിലാക്കി. ഞാനപ്പോൾ അതിന് അന്നേരം തന്നെ ഒരു മോനോട് പറഞ്ഞു ഒരു തുണിയും കൂടെ എടുത്തുകൊണ്ട് ഓടി വരാൻ പറഞ്ഞു. എളുപ്പം ഒരു വലിയ തുണി എടുത്തുകൊണ്ട് അതിനെ പൊതിഞ്ഞു കൊണ്ടുപോയി കൂടെ ഉണ്ടായിരുന്നു. കൂടെ പിന്നെ ഇരിപ്പുണ്ടായിരുന്നു. കൊച്ചിനോട് പറഞ്ഞു മോളെ കൂടെ എടുത്തോണ്ട് പോവാ, നമുക്ക് എളുപ്പം ഈ കൂട്ടിലാക്കി വെക്കാം, വേണമെങ്കിൽ നമുക്ക് പറപ്പിച്ചു വിടാം രാത്രി. ഡാഡിയോട് ചോദിച്ചിട്ടാട്ടെ രാത്രി പറപ്പിച്ചു വിടാം, അല്ലെങ്കിൽ പൂച്ച പിടിച്ചെങ്കിലോ. എനിക്കിതിനെ കണ്ടിട്ടും പേടി. പണ്ട് നമ്മൾ കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടില്ല ഇതിനെ വെച്ചാൽ ചീത്തയുടെ അസുഖം വരും എന്നൊക്കെ പറഞ്ഞു. അത് കാരണം അതിലും വലിയ പേടി. ഇനി എൻ്റെ കിളികൾ. പിന്നീട് വിവരം വനംവകുപ്പിനെ അറിയിച്ചു. മച്ചിപ്ലാവ RRT സംഘമെത്തി പിന്നീട് മൂങ്ങയെ കൈപ്പറ്റി. ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം മൂങ്ങയെ തുറന്നു വിടുമെന്ന് RRT സംഘം ഉദ്യോഗസ്ഥർ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. തരംഗം 2025 എന്ന പേരിൽ തിങ്കളാഴ്ച 10 മണി മുതൽ രാജക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് കർഷക സെമിനാറും സംരംഭക സംഗമവും നടത്തപ്പെടും. ആർട്ട് ഷോപ്പി റീറ്റെയിൽസിന്റെ നേതൃത്വത്തിൽ ലാഭവിഹിതം കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷക സെമിനാർ സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന സെമിനാർ ഡോക്ടർ KM വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഷിബിൻ വർഗീസ് ചീഫ് ഗസ്റ്റ് ആയിരിക്കും. ടീം ലീഡർ അജേഷ് വർഗീസ് നേതൃത്വം നൽകും. ഈ കർഷക സെമിനാറിൻ്റെയും സംരംഭക സംഗമത്തിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും ആ പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതം തിരിച്ച് കൃഷിക്കാരിലേക്ക് തന്നെ എത്തുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഈ കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന, അതായത് കാലാവസ്ഥാ വ്യതിയാനവും കൃഷിരീതിയും എന്ന രീതിയിൽ കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള മയിലാടുംപാറയിലെ ഡയറക്ടർ സ്പൈസസ് ബോർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിജയൻ സാറാണ്, AK വിജയൻ സാറാണ്. കരുണാപുരത്തെ LDF നേതൃത്വത്തിന് മറുപടിയുമായി UDF പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികളെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തമായ മറുപടി പറയാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് LDF നേതൃത്വം ശ്രമിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് നിലവിൽ പഞ്ചായത്തിൽ ഭരണം നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റംഗങ്ങളും പാവകളെപ്പോലെ ആടുകയാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഒന്ന്, ഏരിയ സെക്രട്ടറി ആ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു അനുമതി കൊടുക്കണം. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഒരു കാര്യം എല്ലാ ഏരിയ സെക്രട്ടറിയാണ് പറയുന്നത്. ഇനി ഞങ്ങൾ ജനങ്ങളോടൊന്നും പറയേണ്ടതില്ല. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഏരിയ സെക്രട്ടറിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഭാഗവിഭാഗം നമ്മൾ പറഞ്ഞു, അതിന് വ്യക്തമായ മറുപടി തരുന്നില്ല. എന്തുകൊണ്ടാണ് ഭിന്നശേഷി കുട്ടികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ മെമ്പേഴ്സിനും ജീവനക്കാർക്കും ഭാഗം വാങ്ങിയത്? അതുപോലെ തന്നെ ഓണാഘോഷത്തിന്റെ കണക്ക് തരേണ്ട കാര്യമില്ലെന്നാണ് ഏരിയ സെക്രട്ടറി പറയുന്നത്. അദ്ദേഹം പറയുന്നത് DTPCയുടെ ഫണ്ട് മേടിച്ചെടുക്കാൻ നോക്കിയാണ്. ഇതിനെതിരെ ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുക്കും. ജനങ്ങളോട് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല കട്ടപ്പന വരെ പോയി പിരിക്കുകയുണ്ടായി. വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തി പിരിച്ചു. പൈസയ്ക്ക് വ്യക്തമായ കണക്കില്ല. ഇപ്പോൾ DTPCയുടെ ഫണ്ടും കൂടെ കരുണാപുരത്താണ് നിയോജക മണ്ഡലം തലത്തിൽ ഓണാഘോഷം നടത്തിയെന്ന് ആരറിഞ്ഞു? കരുണാപുരത്തെ മെമ്പേഴ്സായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി രാജക്കാട് സാൻജോ കോളേജിന്റെ നേതൃത്വത്തിൽ രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കായി മാനസികാരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. സാൻജോ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം HOD സിസ്റ്റർ ജോയ്സ് ക്ലാസ് നയിച്ചു. മാനസികാരോഗ്യത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രാജക്കാട് സാൻജോ കോളേജിൽ സോഷ്യൽ വർക്ക് വിഭാഗം BCom BSW 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചത്. രാജക്കാട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ സാൻജോ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം HOD സിസ്റ്റർ ജോയ്സ് ക്ലാസ് നയിച്ചു. സെമിനാറിൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ U അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക നബീസത്ത് BV ആശംസകൾ നേർന്ന് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജക്കാട്. ഉടുമ്പൻചോലയിലെ യുവതി യുവാക്കൾക്ക് തൊഴിലവസരം ഒരുക്കി തൊഴിൽമേള സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം MES കോളേജിൽ നടന്ന മേളയിൽ 350-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. സ്വകാര്യ തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് വേഗം പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. വിജ്ഞാന കേരളം ഇടുക്കിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും
MES കോളേജിന്റെയും ആഭിമുഖ്യത്തിലാണ് മേള നടന്നത്. മേള ഉടുമ്പൻചോല MLA M. M. മണി ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്നായി 350ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് തൊഴിൽ അന്വേഷകർ എത്തിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് പറഞ്ഞു. 310 അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആൾക്കാരെ ഇതിനകത്തേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്ത് മുഖേന നടത്തിയിട്ടുണ്ട്. 25ഓളം തൊഴിൽദാതാക്കളാണ് മേളയിലെത്തിയത്. നിരവധി ഉദ്യോഗാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ഇന്റർവ്യൂവും പാസ്സായി. നിയോജക മണ്ഡലത്തിൽ പരിധിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേരളം ഇടുക്കിയുടെയും MES കോളേജിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത് 99ഓളം ഉദ്യോഗാർത്ഥികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 25 കമ്പനികളിലായിട്ടുള്ള തൊഴിൽദാതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന തരത്തിലുള്ള തൊഴിലവസരങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വിജ്ഞാന കേരളം ഇടുക്കിയുടെ 2ാമത് തൊഴിൽ മേളയാണ് ഉടുമ്പൻചോല താലൂക്കിൽ സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ മറ്റു താലൂക്കുകളിലും മേള നടക്കും. സിറ്റി വിഷൻ ഉടുമ്പൻചോല. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ അർദ്ധരാത്രി ആക്രമിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നല്ലതണ്ണി സ്വദേശി ദീപക് രാജനെയാണ് മൂന്നാർ പോലീസ് പിടികൂടിയത്. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. മൂന്നാർ SHO J. ബിനോദ് കുമാർ, SI KP അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ദീപക് രാജനെ അറസ്റ്റ് ചെയ്തത്. പ്രതി ടൗണിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറും ഗൈഡുമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11:30 മൂന്നാർ സന്ദർശനത്തിനെത്തിയ തൃക്കാക്കര സ്വദേശികളായ കുടുംബത്തിന് മർദ്ദനമേറ്റത്. രാത്രി ടൗണിലെത്തിയ ഇവർ താമസിക്കുവാൻ മുറി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ടൗണിലെ ഗൈഡുമാരിൽ ഒരാൾ ഇവരെ മുറി കാണിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ മുറി ഇഷ്ടപ്പെടാതെ ഇവർ ടൗണിലേക്ക് മടങ്ങി. ടൗണിലെത്തിയ ഇവർ പാതയോരത്ത് വാഹനം നിർത്തിയെന്ന് ആരോപിച്ച് മുറി കാണിക്കുവാൻ കൊണ്ടുപോയ യുവാവിന്റെ സംഘത്തിലുണ്ടായിരുന്ന ദീപക് കുടുംബവുമായി വാക്കുതർക്കമുണ്ടാക്കി. ഇതോടെ ഇവിടെ നിന്നും മടങ്ങിയ കുടുംബം പഴയ മൂന്നാർ CSI പാലത്തിന് സമീപം വാഹനം നിർത്തി. പിന്നാലെ വാഹനത്തിലെത്തിയ ദീപക് വീണ്ടും ഇവരുമായി വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ സഞ്ചാരികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ പ്രതി സഞ്ചരിച്ചിരുന്ന രൂപമാറ്റം വരുത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിറ്റി വിഷൻ മൂന്നാർ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ, വെള്ളി ഗ്രാമിന് 190 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോട്ടം തൊഴിലാളികളുടെ DA വിഷയത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. വിഷയത്തിൽ തൊഴിലാളികൾക്ക് നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പൂർണ്ണ അനുമതി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവായി. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്നും കർഷക താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള 2 നിയമനിർമ്മാണമാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം തയ്യാറെടുത്തു കഴിഞ്ഞെന്നും 1ാം ഘട്ടം പൂർത്തിയാക്കിയെന്നും LDF ഇടുക്കി ജില്ലാ കൺവീനറും CPI ജില്ലാ സെക്രട്ടറിയുമായ K. സലിംകുമാർ. LDF കരുത്തോടെ തിരിച്ചുവരുമെന്നും സലിംകുമാർ. കായിക രംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ജില്ലയിൽ പുത്തൻ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.